Hello guys, welcome back to another video of Nishan Plays. അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അപ്പോൾ ഇതൊരു വലിയ സീരീസ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഗൈസ് നമുക്കിനി നമ്മളെ കടക്ക് പേര് കൊടുത്തിട്ട് തന്നെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. എന്താ ഇപ്പോൾ പേരിടാം? അപ്പോൾ ഗൈസ് നിങ്ങൾ കടയ്ക്ക് എന്താ പേരുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റിനനുസരിച്ച് നിങ്ങളെ പേരോ എന്ത് പേരാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നമ്മൾ പേര് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിന് നമുക്ക് സുഗുണൻ സ്റ്റോഴ്സ് നല്ല വിട്ടേച്ചേക്കാം. സുഗുണൻ വേണ്ടേ, പങ്കച്ചൻ വേണ്ട, സുഗുണൻ സ്റ്റോഴ്സ് തന്നെ മതി. സുഗുണൻ സ്റ്റോഴ്സ്. നമ്മളെ കടക്ക് പേരിട്ടിട്ടുണ്ട് ഗൈസ്. അതേ ഉദ്ഘാടിച്ചിട്ടുണ്ട്. നമ്മളിത് ഉള്ളിലേക്ക് കയറാണ്. സിസ്റ്റമൊക്കെ ഉണ്ട് ഗൈസ്. ഇതാ ഒരു റൂമൊക്കെ ഉണ്ടല്ലോ, അത് കുത്തി പൊളിക്കാൻ പറ്റുമോ? തുറയിലില്ല, ലെവൽ 3 അവിടെ നിന്ന്. അപ്പം കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്യാം ഗൈസ്. നമുക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും വരാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടും ഗൈസ്. അപ്പോൾ പുറത്ത് കുറച്ച് സാമാനങ്ങളൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. എന്താ വേണ്ട, ആഡ് വേണ്ടെന്ന് തോന്നുന്നു. അത് എടുക്കണമെങ്കിൽ അതെ ഗൈസ്, നമ്മളെ സാധനം വന്നിരിക്കുന്നു. സീരിയൽ അരിയും പൊരിയും മണ്ണെണ്ണയൊക്കെ വരുന്നുണ്ട്. ഇത് ഈ സെൽഫിൻ്റെ ഉള്ളിൽ കൂത്തിക്കയറ്റാം. ഇതെന്താ? മൈദ മാവ് വന്നിട്ടുണ്ട്. മൈദ. അപ്പോൾ ഗൈസ് സൈക്കും മൈനിങ് കൊണ്ട് വെക്കുക ഗൈസ്. നമ്മളെ സുഗുണ സ്റ്റോറിൻ്റെ പ്രത്യേകത പറഞ്ഞാണ്ടല്ലോ, എല്ലാ സാധനത്തിനും സാധാരണ പുറത്ത് കൊടുക്കണേക്കാട്ടിലും $1 സെൻറ്റ് എപ്പോഴും കുറവായിരിക്കും ഗൈസ്. 1 സെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഡോളറിൻ്റെ അടിയിലുള്ള ഒരു കറൻസി ഉണ്ടല്ലോ, അതാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ 50 പൈസ 10 പൈസ എന്ന് പറയുന്ന പോലെ അമേരിക്കയിലുള്ള സെൻറ്റ്. അപ്പോൾ കണ്ടോ, 4.77 സാധനത്തിന് 4.76 ഇട്ടു. 6.53 സാധനത്തിന് 6.52 കൊടുത്തു. 6.76 സാധനത്തിന് 6.75 കൊടുത്തു. അപ്പോൾ എന്നാലും ഗൈസ് നല്ല ലാഭമായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളെ കട തുറന്നിട്ടുണ്ട്. ഇനി നമ്മളെ ഫസ്റ്റ് തരാം. അപ്പം ഇനി നേരത്തെ BGM ഒന്നും കൂടി ഇടേണ്ടി വരുമല്ലോ ഫസ്റ്റത്തെ കച്ചവടത്തിൻ്റെ. മതി ചങ്ങ, എന്തേലൊക്കെ എടുത്തിട്ട് വായോ, നമുക്ക് ഫസ്റ്റത്തെ കച്ചവടം നടത്താണതാ. ബായ് ഇതറാ. ഫസ്റ്റത്തെ കച്ചവടമാണ്. സെക്കൻഡത്തെ കെട്ടിയതാ ഓൻ കാർഡായിട്ടാണ് വന്നിരിക്കണത്. അവൻ്റെ ഒരു പരിഷ്കാരി. ഗൈസ് കച്ചില്ലാത്ത വിബിട്ട ചേച്ചി വന്നിക്കണു. ഇത് പിന്നെ ഏതൊരു കഞ്ചാവ്. ഇവളും കാർഡാണ് ഗൈസ്. അടുത്ത ഇത് ഗൈസ് നമ്മളെ ഏതൊരു ഫാഷൻ മോഡൽ വന്നിക്കണു. മിക്കവാറും തന്നെ ഉണ്ടാവുള്ളൂ ഗൈസ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ബില്ലടിക്കണ പണിക്കാരൊക്കെ നിർത്തണം, പണിയെടുക്കാനോ ഞാനോ പോടെ. ഇപ്പം തൽക്കാലം തുടക്കമായതുകൊണ്ട് നമ്മളങ്ങനെയൊക്കെ ചെയ്തേണ്ടി വരും ഗൈസ്. ഇപ്പം എനിക്കൊക്കെ എന്തിനാണ് ഇത്ര ചില്ലറ? എല്ലാവർക്കും കാർഡ് കൊണ്ട് വന്നൂടെ ഗൈസ്? ഇത് സീരീസിന് ഇടണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് വേറെ ഏതെങ്കിലും ഗെയിം, നിങ്ങൾ ഏതെങ്കിലും ഗെയിം സജസ്റ്റ് ചെയ്യുക. ഐഫോണിൽ കളിക്കാൻ പറ്റിയതോ ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റിയതോ. നല്ല ചേച്ചി. അമ്മച്ചിയേ, ഈ ചേച്ചിക്ക് ഈ സാധനം മേടിക്കുന്നതിൻ്റെ പണി പ്ലീസ്. കച്ചവടം നടക്കട്ടെ, പൊട്ടിക്കട്ടെ കച്ചവടം. അപ്പോൾ ഗൈസ് നമ്മളിത് ഈ സ്റ്റോക്ക് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ അതേ ഗൈസ് കുറച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളെ പുതിയ സ്റ്റോക്കുകൾ വരലുണ്ടെങ്കിൽ നമ്മളെ പുതിയ ലൈസൻസ് മേടിച്ച് കുറച്ച് കാപ്പിപ്പൊടി,
പിന്നെ പാസ്ത അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഗൈസ്. പിന്നെ ഇതേ വിന്നി കച്ചവടം. ഗൈസ് നമ്മൾ ലെവൽ 4 പറയാൻ മറന്നു. പിന്നെ ബ്രെഡ് ഇതേ ഗൈസ് കുറച്ച് ബാക്കിയുണ്ട്. അതിന് ഷെൽഫിൽ വെക്കാൻ പറ്റും തോന്നുന്നില്ല, പറ്റൂല. ഇപ്പം നമ്മുടെ അടുത്ത് ഷെൽഫ് മേടിക്കാനുള്ള പൈസ ഉണ്ട്. 400 മേടിക്കണോ കുറച്ചും കൂടി കച്ചവടം നടത്തിയത് 200 മേടിച്ചാൽ ഇത് മേടിച്ചാലും ഒരേപോലെ അല്ലേ. നമുക്ക് 200 മേടിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അത് കഴിഞ്ഞാൽ സ്റ്റോക്ക് എടുക്കാൻ കാശുമാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാനത്തിന് എവിടെ നിന്നാണ് അത് പൊട്ടി പുറപ്പെടുന്നത്. വരട്ടെ ഗൈസ്, വരുമ്പോൾ നമുക്ക് ഉള്ളിൽ എടുത്തേക്കാം. ഇവിടുത്തെ തിജ്ജണക്കണ സാധനമൊക്കെ ഉണ്ടല്ലേ, തിജ്ജ് ഫുൾ തിജ്ജാണ് ഗൈസ്. തിജ്ജണക്കാം നമുക്ക്. തിജ്ജൊന്നും ഓടിക്കും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതായത് ഗൈസ് ബാക്കിയുള്ള സാധനങ്ങളെ ബോക്സ് ഞാൻ ആ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താ പറയുക ഗൈസ്, ഇതേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് നമുക്ക് നാളെ കട കുറച്ച് വലുതാക്കിയിട്ടൊക്കെ പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.